ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് വന്നിരുന്നു കേട്ടോ. നേരം വെളുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പിന്നെ അവിടുന്ന് വന്ന് അടുക്കളയിൽ കയറി ഞാൻ ചോറിന് വെള്ളം വെക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ വെണ്ണൂറ് കോരിയിട്ടുണ്ടായില്ല. അപ്പം അത് വേഗം കോരിയെടുത്ത് ഞാൻ ചോറിന് വെള്ളം വെച്ചു. അടുപ്പത്താട്ടോ ഞാൻ ചോറ് വെക്കൽ. അപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയുണ്ടാവും. അങ്ങനെ വേഗം ഞാൻ ചായക്ക് വെള്ളം വെച്ച് ചായ തിളച്ച് ഞാൻ ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് ഞാൻ പുറത്ത് പോയി ഇരുന്ന് കുടിച്ച് വന്നു കേട്ടോ. അപ്പത്തിന് ചോറ്റിൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ഞാൻ അരി ഇട്ട് കൊടുത്തു. നിച്ചും മദ്രസക്ക് പോകാൻ വേണ്ടി ചായയൊക്കെ കുടിച്ച് ഇക്കാനെ കൊണ്ടാക്കണം. അപ്പം ഞാൻ പറഞ്ഞു ഞാനും പോരുന്നുണ്ട് പറഞ്ഞിട്ട് ഇക്കാൻ്റെ കൂടെ ഞാനും പോയി കേട്ടോ. ഓല് അങ്ങനെ മദ്രസക്ക് ടാറ്റയും പറഞ്ഞു ഓല് മദ്രസക്ക് പോയി. ഞാൻ പിന്നെ ഇക്കാൻ്റെ കൂടെ അങ്ങനെ പോയ വഴി കൂടി അല്ല കേട്ടോ തിരിച്ചു പോകുന്നത്, വേറെ വഴിയിലൂടെ അങ്ങനെ തിരിച്ചു പോന്നു. വീട്ടിലേക്ക് എത്തിയേക്കിന് ഞാൻ വേഗം ചൂലെടുത്തു. അങ്ങനെ മുറ്റൊക്കെ ഒന്ന് അടിച്ചു വരാൻ നിന്നു കേട്ടോ. അപ്പോൾ ഈ ചെടിക്ക് നോക്കിയപ്പോൾ ചെടീൻ്റെ ഇലയൊക്കെ ഒന്നിങ്ങനെ വാടീനു. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടു. കുറച്ച് നേരം ഞാൻ രാവിലെ എന്നും ഞാൻ ചെടീൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കും കേട്ടോ. ഏതൊക്കെ ചെടി വാടിയിട്ടുണ്ട്, ഏതൊക്കെ പൂ വിരിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നോക്കി അങ്ങനെ ഇരിക്കും ഞാൻ കുറച്ച് നേരം. അപ്പം നോക്കുമ്പോഴാണ് മുളകുണ്ട് പൂത്ത് നിൽക്കണം കേട്ടോ. അപ്പം ഞാനതൊക്കെ പൊട്ടിച്ചു. പിന്നെ ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. രാവിലെ വൈകുന്നേരം ഞാൻ എന്നും വെള്ളം ഒഴിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയ്ക്ക് കയറി. അപ്പം ഇന്ന് കോവക്കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാട്ടോ. വെളിച്ചെണ്ണ പാർന്നു കൊടുത്തു. അതിലോട്ട് കടുക് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു, പിന്നെ ഉള്ളി ഇട്ട് കൊടുത്തു. വലിയ ഉള്ളിയാട്ടോ. അതൊരു ചെറുതായിട്ട് ഒരു ബ്രൗൺ കളർ വരുമ്പോൾ ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുത്തു. മുളകും പൊടി, കാശ്മീരി മുളക് പൊടി ആട്ടോ ഇട്ടെടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ലേശം വെള്ളം പാർന്നു കേട്ടോ. എന്നിട്ട് അതിലോട്ട് ഈ കോവക്ക ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചു. സിമ്മിൽ വെച്ച് കണ്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ. പിന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പം അതും ഞാൻ അങ്ങനെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ മക്കൾ മദ്രസ വിട്ട് വരാനായിക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ദോശ ഇടാമെന്ന് വിചാരിച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് വേഗം ദോശ ഇടുകയാണ്. അതുപോലെ ദോശയൊക്കെ തീറ്റൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് വീണ്ടും ഇറങ്ങിട്ടോ. അപ്പോൾ അപ്പുറത്ത് തൊടിയിലുണ്ട് കുറേ മാന്തളം നാരങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇബുവിനോട് അത് ഒന്ന് അറുത്തുകൊണ്ടിടാ ഇറങ്ങാണ്ട് ഓനത് അറുത്തന്നു. അപ്പോൾ അതും കൊണ്ട് വീട്ടിൽ വന്നുകൊണ്ട് ഞാൻ പൊളിച്ച് നോക്കട്ടെ. നല്ല മധുരം കേട്ടോ അത്. ഇപ്പം എല്ലാവരുടെ നാട്ടിലും എന്താ പറയുക അതിനൊന്നും അറിയില്ല കേട്ടോ. പല നാട്ടിലും പല പേരിലല്ലേ അറിയപ്പെടുക. ഞങ്ങളുടെ നാട്ടിൽ മാന്തള നാരങ്ങ എന്നാട്ടാ പറയുക. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് പിങ്ക് കളറിലാട്ടോ അത് വരുന്നത്. നല്ല മധുരമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഞാൻ അറുത്ത് കൊണ്ടുവരലുണ്ട് കേട്ടോ. നിബുവിനോട് പറയും പോയിട്ട് അറുത്തോണ്ട് പറഞ്ഞാൽ വെറുതെ ഇരുന്ന് അങ്ങനെ കഴിക്കും. നല്ല ടേസ്റ്റിയാണേ. വലിയ വലിയ ചോള കേട്ടോ അതിനുള്ളത്. അതൊക്കെ ഞാൻ വേറെ വൃത്തിക്കാണ്ട് ഇങ്ങനെ വെക്കുകയാണ്. എന്നാൽ മക്കൾക്ക് വേണ്ടപ്പോൾ ഇങ്ങനെ ഓല് വന്ന് കഴിക്കാമല്ലോ.
അത് ജ്യൂസ് അടിക്കാനും പറ്റും കേട്ടോ, നല്ല ടേസ്റ്റാണ് ജ്യൂസ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും. അപ്പോഴത്തേന് ഉച്ചക്കായപ്പോൾ ഞാൻ വേഗം ഒരു മുട്ട എടുത്തിട്ട് പൊരിച്ചു. പിന്നെ ചോറും കറിയൊക്കെ വിളമ്പി കൊടുന്നു കേട്ടോ. കോവയ്ക്ക ഉപ്പേരിയുണ്ട്, സാമ്പാറുണ്ട്, അച്ചാറുണ്ട്, പപ്പടം പൊരിച്ചതുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുക.